ഹലോ, എല്ലാവർക്കും നമസ്കാരം. തേനും വൈമ്പും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ബെൽ ബട്ടൺ അമർത്താനായിട്ടും മറക്കല്ലേ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് നല്ല ഒരു പലഹാരമാണ് ഏത്തപ്പഴം മസാല പക്കോട. എങ്ങനെയാണ് ഏത്തപ്പഴം മസാല പക്കോട ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഏത്തപ്പഴം, സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, കടലമാവ്, മഞ്ഞൾപ്പൊടി. ഇത് തയ്യാറാക്കാനായിട്ട് പാചക എണ്ണ. എന്നിട്ട് നമ്മൾ ഈ സാധനങ്ങൾ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഏത്തപ്പഴം അത് നന്നായിട്ട് മിക്സറിൽ ഇതുപോലെ അരച്ച് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില മുതലായവ നമ്മൾ ചെറുതായിട്ട്, വളരെ നൈസായിട്ട്, വളരെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. നന്നായിട്ട് അരിഞ്ഞ് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന നമ്മളുടെ ഏത്തപ്പഴം മിക്സിലേക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ജീരകവും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. തുടർന്ന് നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ച് എടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ആവശ്യമുള്ള കടലമാവ് ചേർക്കുക. തുടർന്ന് നമ്മുടെ കൈ കൊണ്ടോ അല്ലെ സ്പൂണ് കൊണ്ടോ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ശരിക്കും മിക്സ് ചെയ്ത് എടുക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഞാനിതിൻ്റെ അകത്ത് കളർ പൗഡറൊന്നും ചേർത്തിട്ടില്ല, ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ താല്പര്യമുള്ളവർക്ക് സ്വല്പം ഫുഡ് കളർ ചേർക്കാവുന്നതാണ്, പക്ഷേ ചേർക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ആരോഗ്യത്തിനും അതുതന്നെയാണ് നല്ലത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് പാകം ചെയ്യാനായിട്ട് ആവശ്യമുള്ള നമ്മളുടെ എണ്ണ, ഏത് പാചക എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എണ്ണ അത് ചൂടാക്കുവാനായിട്ട് വയ്ക്കുന്നു. ഇച്ചിരി കട്ടിയുള്ള പാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന, ചീനച്ചട്ടിയാണ്, അതിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. തുടർന്ന് എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഏത്തപ്പഴം മസാല പക്കോട മാവ് പതിയെ നമ്മുടെ എണ്ണയിലേക്ക് കൊടുക്കുവാനായിട്ട് ഇടുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് മെല്ലെ രുചികരമായിട്ടുള്ള മസാല പക്കോട നമുക്ക് തയ്യാറായി കിട്ടുന്നതാണ്. അതിൻ്റെ കളറ് നമുക്ക് മെല്ലെ മാറി വരുന്നത് കാണാം. ഏകദേശം ഒരു ചുമപ്പ് ഒക്കെ ആകുന്ന സമയത്ത് അതൊന്ന് മറിച്ച് ഇടുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ വളരെ രുചികരമായിട്ടുള്ള നല്ല മണം നമ്മുടെ മൂക്കിലേക്ക് വരുന്നത് നമുക്ക് അനുഭവപ്പെടും. അന്നേരം ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. അന്നേരം പാത്രത്തിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇടുകയാണെങ്കിൽ ആ എണ്ണ മുഴുവൻ അതിലേക്ക് വലിച്ച് എടുക്കുന്നതായിരിക്കും. അന്നേരം ഇതുപോലെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ഏത്തപ്പഴം മസാല പക്കോട നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അന്നേരം നിങ്ങളുടെ വീട്ടിൽ ഒക്കെ തയ്യാറാക്കാൻ, നിങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാവുന്ന നല്ലൊരു വിഭവമാണിത്. എല്ലാവർക്കും കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ്. അന്നേരം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും വളരെ രുചികരമായിരുന്നു. അത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അന്നേരം എല്ലാവരും അത് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. താങ്ക് യു.